ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. FNOയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ബിഗിനേഴ്സിനു വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻസ് ആണ്. അതായത് ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഡേറ്റയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ഓപ്ഷൻസ് എന്ന് മനസ്സിലാക്കാം. അതായത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബയറും സെല്ലറിനും ഇടയ്ക്കുള്ള കോൺട്രാക്റ്റുകളെയാണ്, അല്ലെങ്കിൽ ബയറും സെല്ലറും എക്സ്ചേഞ്ച് ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ഇക്വിറ്റി ട്രേഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇക്വിറ്റി ട്രേഡിലും ഒരു ബയറും ഒരു സെല്ലറുമുണ്ട്. ഈ ബയറും സെല്ലറും തമ്മിൽ സ്റ്റോക്കുകളാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഓപ്ഷൻസിൽ ഈ ബയറും സെല്ലറും തമ്മിൽ സ്റ്റോക്കുകൾക്ക് പകരം കോൺട്രാക്റ്റ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. കോൺട്രാക്റ്റിൽ പ്രധാനമായും 3 തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഇൻഫർമേഷൻ സ്ട്രൈക്ക് പ്രൈസ്, രണ്ടാമത്തെ ഇൻഫർമേഷൻ പ്രീമിയം, മൂന്നാമത്തെ ഇൻഫർമേഷൻ എക്സ്പയറി. ഇനി നമ്മൾക്ക് ഓരോ ടേമിനെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ഒന്നാമത്തെ ടേമാണ് സ്ട്രൈക്ക് പ്രൈസ്. അതായത് നമ്മൾ ഏത് പ്രൈസിലാണോ ഓപ്ഷൻ കോൺട്രാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൈസിനെയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയുടെ റീസെൻ്റ് ലെവലുകൾ, അതായത് നിഫ്റ്റിയുടെ 15,000 ലെവൽ, 15,500 ലെവൽ, അതുപോലെ തന്നെ 14,000 ലെവൽ, ഈ ലെവലുകളെല്ലാം സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് വരും. ഇനി നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്കിലാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി ബജാജ് ഫിനാൻസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 4,500 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ മറ്റ് ലെവലുകൾ, അതായത് 5,000 ലെവൽ, ഈ ലെവലുകളെല്ലാം സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടേം മനസ്സിലാക്കാം. രണ്ടാമത്തെ ടേമാണ് പ്രീമിയം. അതായത് നമ്മൾക്കറിയാം, നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തുകയാണ് പ്രീമിയം. അതുപോലെ തന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നമ്മൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ബൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തുകയാണ് പ്രീമിയം. അഥവാ ഇനി നമ്മൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് സെൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന തുകയാണ് പ്രീമിയം. ഇനി മൂന്നാമത്തെ ടേമായ എക്സ്പയറിയിലേക്ക് കടക്കാം. അതായത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയാണ് എക്സ്പയറി വഴി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് വരെയാണ് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ എക്സ്പയറി വഴി മനസ്സിലാക്കുന്നത്. ഇനി പ്രാക്ടിക്കലായിട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഉദാഹരണമായി ഞാനിവിടെ സിറോദയുടെ ഇൻ്റർഫേസ് ആണ് തുറന്നിരിക്കുന്നത്. സിറോദയിൽ നമ്മൾ സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് പോയി നിഫ്റ്റിയുടെ ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് എടുക്കേണ്ടതെങ്കിൽ നിഫ്റ്റിയുടെ ഏത് ലെവലിലുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക. ഉദാഹരണം, ഞാൻ നിഫ്റ്റിയുടെ 15,000 എന്ന് പറയുന്ന ലെവലിലെ ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ 15,000 എന്ന് പറയുന്ന ലെവൽ ഇവിടെ ടൈപ്പ് ചെയ്യും. ഈ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ ഇതേ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഇതേ ലെവലിലുള്ള വിവിധ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ നമ്മൾക്ക് കാണിക്കും. അതിലെ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിഫ്റ്റി 4th മാർച്ച് 15,000 CE എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കണക്കുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഈ ഇൻ്റർഫേസിൽ നിന്നും നമ്മൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം പരിഗണിക്കാം. ഒന്നാമത്തെ ഫാക്ടർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് നിഫ്റ്റി 15,000, അതായത് 15,000 ആണ് ഇവിടുത്തെ സ്ട്രൈക്ക് പ്രൈസ്. ഈ സ്ട്രൈക്ക് പ്രൈസിന് ഞാനിവിടെ എസ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഇൻഫർമേഷൻ ഇതിൽ നിന്നും കിട്ടുന്നത് ഇതിൻ്റെ വാലിഡിറ്റിയാണ്. വാലിഡിറ്റി ഇവിടെ 4th മാർച്ച് 2021 ആണ് വാലിഡിറ്റി. 4th മാർച്ച് 2021 എക്സ്പയറി എന്ന ടൈം കൊണ്ട് നമ്മൾക്ക് ഡിനോട്ട് ചെയ്യാം. മൂന്നാമത്തെ ഇൻഫർമേഷനാണ് പ്രീമിയം. അതായത് ഒരു സ്റ്റോക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കാണിക്കുന്നത് പോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ പ്രീമിയം, അതായത് ഈ നിഫ്റ്റി 4th മാർച്ച് 15,000 CE എന്നതിൻ്റെ പ്രീമിയമാണ് 46.85. ഇനി നമ്മൾക്ക് ഉദാഹരണമായി ഇക്വിറ്റിയിലേക്ക് പോകാം. അതായത് ബജാജ് ഫിനാൻസിൻ്റെ കാര്യം പരിഗണിക്കാം. ബജാജ് ഫിനാൻസിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 5,000 എന്ന് പറയുന്ന ലെവൽ 5,000, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പയറി ആയിട്ട് മാർച്ച്, അതായത് 4th മാർച്ച് എക്സ്പയറി ആയിട്ടും, കൂടാതെ പ്രീമിയം ആയിട്ട് 415 നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന 3 ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ 3 ഇൻഫർമേഷൻ കൂടാതെ മറ്റൊരു ഇൻഫർമേഷൻ കൂടി ഓരോ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നിന്നും ലഭിക്കും. അതായത് ആ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഇതൊരു കോൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണോ അഥവാ ഒരു പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണോ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ CE എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതൊരു കോൾ ഓപ്ഷൻ കോൺട്രാക്റ്റും,
PE എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതൊരു പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റുമാണ്. എന്താണ് കോൾ ഓപ്ഷൻ കോൺട്രാക്റ്റും അതുപോലെ തന്നെ എന്താണ് പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതായത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം ഫ്രെയിമിൽ ഒരു കൊമോഡിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെയോ പ്രൈസ് അപ്പാകും എന്നുള്ള സ്പെക്കുലേഷനിൽ ഇരിക്കുന്ന ട്രേഡറാണ് കോൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്യുക. ഇനി ഇത് ഡൗൺ ആകും എന്നുള്ള സ്പെക്കുലേഷനിൽ ഇരിക്കുന്ന ട്രേഡറാണ് പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്യുക. ഇനി നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓപ്ഷനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് കോൾ ഓപ്ഷനും രണ്ടാമത്തേത് പുട്ട് ഓപ്ഷനും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൾ ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഡേറ്റകളാണ് മനസ്സിലാക്കുന്നത്. അതിൽ കോൾ ഓപ്ഷൻ എന്താണ് അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ വഴി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. അതായത് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള റൈറ്റിനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പുട്ട് ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് സ്ട്രൈക്ക് പ്രൈസിൽ ഒരു സ്റ്റോക്ക് സെൽ ചെയ്യാനുള്ള റൈറ്റിനെയാണ് പുട്ട് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി കോൾ ഓപ്ഷനിൽ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ട്. ഒന്ന് കോൾ ഓപ്ഷൻ ബയേഴ്സും ഉണ്ടാകും, രണ്ടാമത് കോൾ ഓപ്ഷൻ സെല്ലേഴ്സും ഉണ്ടാകും. കോൾ ഓപ്ഷൻ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ബുള്ളിഷ് ആ സ്റ്റോക്കിനെ കുറിച്ച് ബുള്ളിഷ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അതായത് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വരും സമയങ്ങളിൽ ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നവരായിരിക്കും. ഇനി കോൾ സെല്ലേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിലും താഴെ ആകും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഇനി കോൾ ബയറിൻ്റെ റൈറ്റിനെ കുറിച്ച് എന്താണെന്ന് നോക്കാം. അതായത് കോൾ ബയറിൻ്റെ റൈറ്റ് സ്ട്രൈക്ക് പ്രൈസിൽ അദ്ദേഹത്തിന് ആ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കോൾ ബയറിൻ്റെ റൈറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേട്ടം. ഇനി നമ്മൾക്ക് കോൾ ബയറിനെ കുറിച്ചും കോൾ സെല്ലറിനെ കുറിച്ചും അതുപോലെ തന്നെ കോൾ ഓപ്ഷനെ കുറിച്ചും ഒരു ഉദാഹരണം വഴി മനസ്സിലാക്കാം. കോൾ ഓപ്ഷൻ, കോൾ ബയർ, കോൾ സെല്ലർ എന്നിവരുടെ റോള് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ലളിതമായ ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. അതായത് ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം വെച്ച് പുലർത്തുന്ന രണ്ട് സുഹൃത്തുക്കളുടെ ഒപ്പീനിയൻ നമ്മൾക്ക് നോക്കാം. അതിൽ എ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ബുള്ളിഷ് ട്രെൻഡിലാണ്. വരുന്ന എക്സ്പയറി ഡേയിൽ അതായത് വീക്കിലി എക്സ്പയറി ഡേയിൽ ഈ സ്റ്റോക്ക് 100 രൂപ എന്ന ലെവലിന് മുകളിൽ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 100 രൂപയാണ്. ഇനി ബി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഒപ്പീനിയൻ തികച്ചും വിരുദ്ധമാണ്. അദ്ദേഹം പറയുന്നത് എക്സ്പയറി ഡേയിൽ ഈ സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് മാറും. അപ്പോൾ ഈ സ്റ്റോക്ക് 100 രൂപയ്ക്ക് താഴെയുള്ള ഒരു ലെവലിലായിരിക്കും എത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രണ്ട് സുഹൃത്തുക്കളും അവരുടെ ആർഗ്യുമെൻറ്റ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന സുഹൃത്ത് എ എന്ന് പറയുന്ന സുഹൃത്തിനോട് പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണ് ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്പയറി ഡേയിൽ 100 രൂപയ്ക്ക് മുകളിൽ എത്തുമെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ നീ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതാ. ആ കോൺട്രാക്റ്റ് പ്രകാരം ടാറ്റ പവർ 100 രൂപയ്ക്ക് മുകളിൽ എത്ര ലെവലിലെത്തിയോ അതിന് തുല്യമായ പൈസ അല്ലെങ്കിൽ അത്രയും പൈസ ഞാൻ നിനക്ക് തരുന്നതായിരിക്കും. അതായത് ടാറ്റ പവർ 110 എന്ന് പറയുന്ന ലെവലിൽ എത്തുകയാണെങ്കിൽ 110ൽ നിന്ന് 100 കുറച്ചാൽ 10 രൂപ ഞാൻ നിനക്ക് തരുന്നതായിരിക്കും. പകരം തിരിച്ച് ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ലെവലിന് താഴെയാണ് എത്തുന്നതെങ്കിൽ നീ എനിക്ക് പൈസയൊന്നും തരണ്ട, പകരം ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഫീസ് മാത്രം തന്നാൽ മതി. അതായത് ബി എന്ന് പറയുന്ന സുഹൃത്ത് എ എന്ന് പറയുന്ന സുഹൃത്തിന് വെച്ച കണ്ടീഷൻ ഇതാണ്. നമ്മൾ രണ്ടുപേരും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ കോൺട്രാക്റ്റിൻ്റെ ചെലവ് എ എന്ന് പറയുന്ന സുഹൃത്ത് വഹിക്കണം. ഇനി ആ കോൺട്രാക്റ്റിൽ എ എന്ന് പറയുന്ന സുഹൃത്തിന് അനുകൂലമായിട്ടുള്ള നേട്ടമാണ് വരുന്നതെങ്കിൽ, അതായത് എത്രത്തോളം സ്ട്രൈക്ക് പ്രൈസിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും എത്രത്തോളം നേട്ടമുണ്ടാകുന്നോ അത്രത്തോളം പൈസ ബി എന്ന സുഹൃത്ത് എ എന്ന സുഹൃത്തിന് നൽകും. ഇനി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ബി എന്ന സുഹൃത്തിന് ഫേവറബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അതേ രീതിയിലാണ് വരുന്നതെങ്കിൽ തിരിച്ച് എ എന്ന് പറയുന്ന സുഹൃത്ത് ബി എന്ന് പറയുന്ന സുഹൃത്തിന് പൈസയൊന്നും നൽകേണ്ട ആവശ്യമില്ല. ഇതാണ് കോൺട്രാക്റ്റ്. ഇനി നമ്മൾക്ക് എക്സ്പയറി ഡേയിൽ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഉദാഹരണമായി ടാറ്റ പവർ എക്സ്പയറി ഡേയിൽ 115 രൂപ എന്ന് പറയുന്ന ലെവലിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടീഷൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എ എന്ന് പറയുന്ന സുഹൃത്തിന് അനുകൂലമായ ഫേവറബിളിലാണ് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ കണ്ടീഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഈ കോൺട്രാക്റ്റിൻ്റെ ഫീസിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ കോൺട്രാക്റ്റിൻ്റെ ഫീസായിട്ട് 10 രൂപയാണ് കോൺട്രാക്റ്റിൻ്റെ ഫീസായിട്ട് എ എന്ന് പറയുന്ന സുഹൃത്ത് ബി എന്ന് പറയുന്ന സുഹൃത്തിന് നൽകിയത്. ഇനി എക്സ്പയറി ഡേറ്റിൽ ടാറ്റ പവറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 115 രൂപ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി. അതായത് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ട്രേഡ് എ എന്ന് പറയുന്ന സുഹൃത്തിന് ഫേവറബിളായി. അപ്പോൾ എ എന്ന് പറയുന്ന സുഹൃത്തിന് ബി എന്ന് പറയുന്ന സുഹൃത്ത് 115ൽ നിന്നും 100 രൂപ കുറച്ചിട്ട് 15 രൂപ നൽകണം. ഇനി ബി എന്ന് പറയുന്ന സുഹൃത്ത് എ എന്ന് പറയുന്ന സുഹൃത്തിന് 15 രൂപ നൽകി. അപ്പോൾ എ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ കോൺട്രാക്റ്റ് വഴി അദ്ദേഹത്തിന് ലഭിച്ചത് 15 രൂപ,
പ്രീമിയമായിട്ട് അദ്ദേഹം പേ ചെയ്തത് 10 രൂപ. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 5 രൂപയുടെ പ്രോഫിറ്റാണ് അദ്ദേഹം നേടിയത്. ഇനി ബി എന്ന് പറയുന്ന സുഹൃത്തിനുള്ള ലോസ് എത്രയാണെന്ന് നോക്കാം. ബി എന്ന് പറയുന്ന സുഹൃത്തിന് 15 രൂപ പേ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് ആൾറെഡി 10 രൂപ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായത് 5 രൂപ ലോസാണ്. ഇനി ടാറ്റാ പവറിൻ്റെ പ്രൈസ് 95 രൂപയിലാണ് ക്ലോസ് ആയതെന്ന് വിചാരിക്കുക. അതായത് ബി എന്ന് പറയുന്ന ഫ്രണ്ടിന് അനുകൂലമായ രീതിയിലുള്ള ട്രേഡാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കണ്ടീഷൻ പ്രകാരം ബി എന്ന് പറയുന്ന സുഹൃത്തിന് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന സുഹൃത്തിന് എ എന്ന് പറയുന്ന സുഹൃത്ത് ഒരു പൈസയും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അദ്ദേഹത്തിന് ലഭിക്കുക പ്രീമിയം ഫീസ് മാത്രമാണ്. അതായത് 10 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഇനി മറ്റൊരു കണ്ടീഷനിലേക്ക് വരാം. അതായത് ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് 105 രൂപ എന്ന് പറയുന്ന ലെവലിൽ എത്തിയെന്ന് വിചാരിക്കുക. 105 രൂപ എന്ന് പറയുന്ന ലെവലിൽ എത്തുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന ഫ്രണ്ട് എ എന്ന് പറയുന്ന ഫ്രണ്ടിന് 5 രൂപ നൽകണം. കാരണം പ്രൈസ് 100 രൂപയിൽ നിന്നും 105 മൈനസ് 100 എന്ന ലെവലിലാണ്. ഇനി അദ്ദേഹം ആൾറെഡി എ എന്ന് പറയുന്ന സുഹൃത്ത് ബി എന്ന് പറയുന്ന സുഹൃത്തിന് 10 രൂപ നൽകിയിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ലോസ് നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സുഹൃത്തിന് നെറ്റ് ലോസായിട്ട് 5 രൂപയും ബി എന്ന് പറയുന്ന സുഹൃത്തിന് നെറ്റ് പ്രോഫിറ്റായിട്ട് 5 രൂപയുമാണ് കിട്ടുന്നത്. ഇതിൽ നിന്നും എനിക്ക് തോന്നുന്നു കോൾ ഓപ്ഷൻ, കോൾ ബയർ, കോൾ സെല്ലർ എന്നിവരുടെ റോള് വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് പോവുകയാണെങ്കിൽ കോൾ ബയറിന് എപ്പോഴും അൺലിമിറ്റഡ് പ്രോഫിറ്റാണ് കിട്ടുക. അതായത് ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് മുകളിൽ, ഇനി ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ വില 200 രൂപയിലാണ് എത്തിയതെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും 200 രൂപയിൽ നിന്നും പ്രീമിയം ഫീസ് കുറച്ച്, അതായത് 90 രൂപയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് കിട്ടുക. അതായത് അൺലിമിറ്റഡ് പ്രോഫിറ്റാണ് കോൾ ബയറിന് എല്ലായ്പ്പോഴും ലഭിക്കുന്നത്. ഇനി കോൾ സെല്ലറിന് നോക്കുകയാണെങ്കിൽ കോൾ സെല്ലറിന് ആകെ ലഭിക്കുക എത്ര താഴെ പോയാലും, സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്ര താഴെ പോയാലും അദ്ദേഹത്തിന് ലഭിക്കുക 10 രൂപ എന്ന് പറയുന്ന പ്രീമിയം ഫീസ് തന്നെയാണ്. അതായത് കൺക്ലൂഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷനിൽ കോൾ ബയറിൻ്റെ മുന്നിൽ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ലിമിറ്റഡ് ലോസിനുള്ള ഓപ്പർച്യൂണിറ്റിയുമാണ് കാണുന്നത്. കാരണം ലോസായിട്ട് അദ്ദേഹത്തിന് പ്രീമിയം എമൗണ്ട് മാത്രമേ നഷ്ടമാവുകയുള്ളൂ. ഇനി കോൾ സെല്ലറിൻ്റെ മുന്നിൽ അൺലിമിറ്റഡ് ലോസ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ലിമിറ്റഡ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയുമാണ് കാണുന്നത്. ഇനി മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്ത എക്സാമ്പിളായ 15,000 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഓപ്ഷൻ കോൺട്രാക്റ്റ് പരിഗണിക്കാം. ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് ബൈ ചെയ്ത ഒരു കോൾ ഓപ്ഷൻ ബയറിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നതെന്ന് നോക്കാം. എക്സ്പയറി ഡേറ്റിൽ നിഫ്റ്റിയുടെ ലെവൽ 15,030 എന്ന ലെവലിലാണ് നിഫ്റ്റി എത്തിയത്. ഈ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ കോൾ ബയറിന് ലോസാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹം 46 രൂപ 85 പൈസ ആൾറെഡി പ്രീമിയമായിട്ട് കോൾ സെല്ലറിന് നൽകി കഴിഞ്ഞു. കോൾ സെല്ലറിന് നൽകി കഴിഞ്ഞപ്പോൾ കോൾ ബയറിൻ്റെ ലെവലിന്, അതായത് കോൾ ബയറിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 15,000 എന്ന് പറയുന്ന ലെവലിൽ കോൾ ബയർ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റിൽ 15,030 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ആയത്. പക്ഷേ പ്രീമിയം എമൗണ്ട് ക്ലോസിംഗ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. അതായത് 30 റുപ്പീസ് കോൾ ബയറിന് നൽകണം. ആൾറെഡി കോൾ ബയർ 46 രൂപ 85 പൈസ കോൾ സെല്ലറിന് പ്രീമിയം എമൗണ്ട് ആയിട്ട് നൽകിയത് കൊണ്ട് നെറ്റ് ലോസ് 16 രൂപ 85 പൈസയുടെ നെറ്റ് ലോസാണ് കാണുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ, അതായത് 15,000 സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ എക്സ്പയറി ഡേറ്റിൽ നിഫ്റ്റി 15,100 എന്ന് പറയുന്ന ലെവലിലാണ് ക്ലോസ് ആയത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു കോൾ ഓപ്ഷൻ ബയർക്ക് 54 രൂപ 15 പൈസയുടെ പ്രോഫിറ്റ് കാണാൻ സാധിക്കും. അതായത് എക്സ്പയറി ലെവലിൽ സ്ട്രൈക്ക് പ്രൈസിനോടൊപ്പം തന്നെ പ്രീമിയം എമൗണ്ടും കൂടി കൂട്ടിയതിന് ശേഷം അതിനു മുകളിലുള്ള ഒരു ലെവലിൽ എക്സ്പയറി നടന്നാൽ മാത്രമേ കോൾ ഓപ്ഷൻ ബയറിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്